Hello my students, how are you? Okay, I am your new teacher in biology. My name is Fashiba. Okay, today we are going to study about our first new chapter, that is Protectors of Biosphere. Okay, first of all of you take your textbook and notebook. Okay, then in our textbook we can see that a poster made by a student for a poster making competition. The topic is Save Earth from Global Warming. Save Earth from Global Warming എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് സംഗീത് എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റ് മേക്ക് ചെയ്ത പോസ്റ്ററാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വാട്ട്സ് ദ പോസ്റ്റർ? Yes. Let us unite to regain our green earth. നമുക്ക് ഒരുമിച്ച് നിന്നിട്ട് നമ്മുടെ ഭൂമിയെ പിടിച്ചെടുക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, ഫ്രം ദാറ്റ് വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ആൻഡ് വാട്ട് ഇൻഫറൻസസ് ക്യാൻ യു ഫോർമുലേറ്റ് ഫ്രം ദിസ് പോസ്റ്റർ? ഈ പോസ്റ്ററിൽ നിന്ന് എന്തൊക്കെ ഇൻഫറൻസസ് അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് ഒരു കൺക്ലൂഡിങ്ങിൽ എന്തൊക്കെയായിട്ട് എത്താൻ പറ്റും? യെസ്, green plants are the chief producers in the ecosystem or in the diverse. നമ്മുടെ ഒരു എക്കോസിസ്റ്റത്തിലെ ദ ചീഫ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ദ ഗ്രീൻ പ്ലാന്റ്സ് ആണ്. ആൻഡ് ഗ്രീൻ പ്ലാന്റ്സ് പ്രൊവൈഡ് സോ മെനി സർവീസസ് ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ഓൺ ദി എർത്ത്. നമ്മുടെ ഏത് ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ, നോൺ ലിവിങ് തിങ്സ് ഇല്ല, ലിവിങ് തിങ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഗ്രീൻ പ്ലാന്റ്സ് ഈസ് മോസ്റ്റ് എസെൻഷ്യൽ. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഈസ് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് എ മാൻ ടു കൺസേർവ് പ്ലാന്റ്സ്. അതായത് നമ്മുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടിയാണ് എന്ത്? ടു കൺസേർവ് ദി പ്ലാന്റ്സ്. സോ യു ഹാവ് ഹേർഡ് അബൌട്ട് ഗ്ലോബൽ വാർമിംഗ്. വാട്ട് ഡു യു മീൻ ബൈ ഗ്ലോബൽ വാർമിംഗ്? Yes, global warming is a phenomenon. It's a dangerous phenomenon which leads to the rise the Earth's temperature. നമ്മുടെ എർട്സിൻ്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യപ്പെടുന്ന, അതായത് ഇൻക്രീസ് ചെയ്യപ്പെടുന്ന ആ ഒരു ഡേഞ്ചറസ് ഫിനോമിനയെ വിളിക്കുന്ന പേരാണ് എന്ത്? യെസ്, the global warming. And the main reason for the global warming is the increase in the level of CO2 in atmosphere. The main reason for the global warming is increase in the level of carbon dioxide in the atmosphere. അറ്റ്മോസ്ഫിയറിലുള്ള CO2വിൻ്റെ അളവ് കൂടുന്നത് കൊണ്ടാണ് എന്ത് ഗ്ലോബൽ വാർമിംഗ് എന്നുള്ളൊരു ഡേഞ്ചറസ് ഫിനോമിന ഉണ്ടാകുന്നത്. ഓക്കെ, from the plants can resist this to a certain extent. പ്ലാന്റ്സിന് ഇത് ഒരു പരിധി വരെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് പ്ലാന്റ്സ് റെസിസ്റ്റ് ചെയ്യുന്നത്? ത്രൂ their photosynthesis process, അല്ലേ? what do you mean by photosynthesis? Yes, photosynthesis takes place in plants with the help of sunlight and chlorophyll, which is making of food. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഫോട്ടോസിന്തസിസ് എന്താണ്, അത് പ്ലാന്റ്സിലാണ് നടക്കുന്നത് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? സോ ഫോട്ടോസിന്തസിസ് വഴി അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് വഴി O2CO2ൻ്റെ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് വഴി ദ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ഓർ പ്ലാന്റ്സ് റിലീസ് ഓക്സിജൻ ടു ദി അറ്റ്മോസ്ഫിയർ ആൻഡ് ദേ അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോർ ഫോട്ടോസിന്തസിസ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? CO2വിനെ അബ്സോർബ് ചെയ്ത് ഓക്സിജനെ റിലീസ് ചെയ്യും. സോ പ്ലാന്റ്സ് ഒരു പരിധി വരെ ഗ്ലോബൽ വാർമിംഗ് പോലുള്ള ഡേഞ്ചറസ് ഫിനോമിനയിൽ നിന്ന് നമ്മുടെ എർട്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ടേക്ക് യുവർ പേജ് നമ്പർ 8 ആൻഡ് ദ ഇല്ലുസ്ട്രേഷൻ 1.1 O2CO2 balance in atmosphere. Okay, here given there are 3 types indicators. First one is why doesn't the level of oxygen in the atmosphere decreases?
എന്തുകൊണ്ടാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ്റെ എമൗണ്ട് ഡിക്രീസ് ചെയ്യാത്തത്? ഇറ്റ്സ് ബിക്കോസ് ഓഫ് plants എന്ത് ചെയ്യുന്നുണ്ട്? they release or they produce oxygen to the atmosphere. Okay, and the next question is, why doesn't the level of carbon dioxide in the atmosphere increases? എന്താണ് കൊണ്ടാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടാത്തത്? it's because of plants absorb carbon dioxide for it's the process of photosynthesis. So the level of CO2 is not increased in the atmosphere. Okay, and the third one is, which process in plants regulate the level of oxygen and carbon dioxide in the atmosphere? Which process? Yes, photosynthesis. The process of photosynthesis, they regulate or they control the O2 CO2 balance in the atmosphere. Okay, so photosynthesis അല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. So have you understand how plants control global warming? Yes. Okay, the next one is, list out the factors other than carbon dioxide that are required for photosynthesis. CO2 കൂടാതെ വേറെ ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സിലുള്ളത് എന്നതാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ഏതൊക്കെയാണ്? മിനറൽസ് ആൻഡ് സോൾട്ട് അല്ലേ. ദെൻ ദ അതർ 3 points ആർ ക്ലോറോപ്ലാസ്റ്റ്, സൺലൈറ്റ്, വാട്ടർ അല്ലേ. ഒരു ഫോട്ടോസിന്തസിസ് പ്രോസസ്സ് നടക്കണമെങ്കിൽ മിനറൽസ് ആൻഡ് വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ് കൂടാതെ മസ്റ്റ് ഹാവ് ക്ലോറോപ്ലാസ്റ്റ് and also sunlight and also water. Okay, where do plants acquire these factors from? എവിടെ നിന്നാണ് പ്ലാന്റ്സ് ഈ ഫാക്ടേഴ്സ് ഒക്കെ എവിടെ നിന്നാണ് ഇവർക്ക് അക്വയർ ചെയ്യുന്നത്? മിനറൽസ് ആൻഡ് സോൾട്ട് ഫ്രം എർത്ത്, ഇറ്റ്സ് ഫ്രം സോയിൽ. ആൻഡ് ക്ലോറോപ്ലാസ്റ്റ്, where's chloroplast present? Yes, chloroplast present in leaves. And sunlight from atmosphere, and at last water from soil. Okay, so all are you cleared? Okay, then the next topic is pigment in leaves. Do you hear about chlorophyll? What do you mean by chlorophyll or chloroplast? Yes, Haritaganam. That means here a Tara's doubt, that's why is the upper part of leaf greener than the lower part? ലോവർ പാർട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ അപ്പർ പാർട്ടിലാണ് ഗ്രീൻ കളർ മോർ എമൗണ്ടിൽ കാണപ്പെടുന്നത്. വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? do you know that? Let's check it. Okay, chlorophyll impart green color to the plant parts. We all know that chlorophyll imparts green color. Okay, so more number of chloroplasts are seen on the upper part. സോ എന്താണ്? ക്ലോറോഫിലാണ് ലീവ്സിന് ഗ്രീൻ കളർ കൊടുക്കുന്നത്. സോ മോർ നമ്പർ അല്ലെങ്കിൽ മോർ എമൗണ്ട് ക്ലോറോപ്ലാസ്റ്റ് പ്രസൻ്റ് ആയിട്ടുള്ളത് ലീവ്സിൻ്റെ അപ്പർ പാർട്ടിലാണ് കമ്പയർ ടു ലോവർ പാർട്ട്. സോ ദീസ് പെക്യുലാരിറ്റീസ് ഹെൽപ്സ് plants can absorb maximum amount of sunlight. So ഈ ഒരു സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ മാക്സിമം എമൗണ്ട് ഓഫ് ലൈറ്റ് വന്നിട്ട് അപ്പർ പാർട്ടിലാണ് വന്ന് വീഴുന്നത്. സോ ദിസ് ഈസ് ദ റീസൺ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് ദെയർ സ്ട്രക്ചേഴ്സ് ഫങ്ഷൻസ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് യു മീൻ ബൈ ക്ലോറോപ്ലാസ്റ്റ്? Photosynthesis. Where takes place photosynthesis? Yes, photosynthesis takes place in chloroplast. Chloroplast അഥവാ ഹരിതകണം അത് എവിടെയാണോ പ്രസൻ്റ് ആയിട്ടുള്ളത് അവിടെയാണ് ഫോട്ടോസിന്തസിസ് എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത്. ആൻഡ് ഇറ്റ് ഒക്കേഴ്സ് നോട്ട് ഓൺലി ഇൻ ലീവ്സിൽ മാത്രമല്ല ക്ലോറോപ്ലാസ്റ്റ്, but in regions where rubber chloroplast is present.
എവിടെയൊക്കെ ഒരു പ്ലാന്റ്സിൻ്റെ എവിടെയൊക്കെയാണോ ക്ലോറോപ്ലാസ്റ്റ് പ്രസൻ്റ് ആയിട്ടുള്ളത് അവിടെ എല്ലാം ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. ഓക്കെ, pigments that absorb sunlight are found in the grana of chloroplast. ഫസ്റ്റ് ഓഫ് ഓൾ ക്ലോറോപ്ലാസ്റ്റിൻ്റെ പാർട്സ് നമുക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഗ്രാന, സ്ട്രോമ ആൻഡ് എ ഡബിൾ മെംബ്രെയിൻ ആൻഡ് എ സ്ട്രോമ ലെമെല്ലെ. ഗ്രാന എന്ന് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റ് ഈസ് ആൻ ഓർഗനല്ലേ വിത്ത് എ ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ. ലുക്ക് അറ്റ് ദ പിക്ചർ കെയർഫുള്ളി. യെസ്, from the picture we can see that the chloroplast is a double layered membrane and the fluid part of chloroplast is known as the stroma, and the membranous sacs arranged one above other is the grana. നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് പാർട്ട്, the fluid part ആണ് എന്ത്? Fluid part is called stroma. Okay, look at this picture. This is ഇങ്ങനെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഗ്രാനാസ് കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വിത്ത് സ്ട്രോമ ലെമല്ലെ വഴിയാണ് ഗ്രാനാസ് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ദിസ് വൺ ഈസ് ഡബിൾ ലെയേർഡ് membrane and the fluid part is called stroma. Stroma is the fluid part and the pack of membranous sacs, അതായത് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് കാണപ്പെടുന്ന ഈ ഒരു പോർഷനെ വിളിക്കുന്ന പേരാണ് ഗ്രാന. ആൻഡ് ഇവ തമ്മിൽ കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ഒരു ലൈൻ അതിന് പറയുന്ന പേരാണ് സ്ട്രോമ ലാമെല്ലെ. ഓക്കെ, so these are the main parts of a chloroplast. Okay, pigments that absorb sunlight are found in the grana of chloroplast. നമ്മുടെ ഗ്രാനയിലാണ് പിഗ്മെൻറ്റ്സ് ഒക്കെ അബ്സോർബ് ചെയ്യപ്പെടുന്നത്. ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, കരോട്ടിൻ ആൻഡ് സാന്തോഫിൽ ആർ ദ പിഗ്മെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ഗ്രാന. ഈ ഗ്രാനയിൽ കാണപ്പെടുന്ന 4 types of pigments ആണ് chlorophyll A, chlorophyll B, carotene and xanthophyll. Okay, all those pigments can absorb sunlight. എല്ലാവരും സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. However, only chlorophyll A can participate directly in photosynthesis. So നമ്മുടെ ഫോട്ടോസിന്തസിസ് പ്രോസസ്സ് വരുമ്പോൾ ക്ലോറോഫിൽ എ മാത്രമേ ഉള്ളൂ ഡയറക്റ്റ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. And the all other pigments absorb light and transfer it into a chlorophyll. ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യാണ്? പിഗ്മെൻറ്റ്സ് ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ക്ലോറോഫിലേക്ക് അങ്ങ് ട്രാൻസ്ഫർ ചെയ്യും. സോ ദേ ആർ കോൾഡ് ആക്സസറി പിഗ്മെൻറ്റ്സ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് their main parts and functions. So the next one is take the page number 10. Along with carbon dioxide, water should also reach the leaves for photosynthesis. How do they reach the leaves? എങ്ങനെയാണ് വാട്ടർ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കൂടെ വാട്ടറും മസ്റ്റാണ് ഫോട്ടോസിന്തസിസ് നടക്കണമെന്നുണ്ടെങ്കിൽ. സോ എങ്ങനെയാണ്? ഹൗ ഡു ദേ റീച്ച് ടു ദി ലീവ്സ്? ലെറ്റ്സ് ചെക്ക് ഇറ്റ്. ഓക്കെ, the path of CO2 to leaves. നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് ലീവ്സിലെത്തുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. path of CO2 to leaves. Okay, first of all, carbon dioxide from atmosphere. അല്ലേ, നമ്മൾ പുറത്ത് വിടുന്ന CO2 ഫസ്റ്റ് അറ്റ്മോസ്ഫിയർ എത്തും. ദെൻ അറ്റ്മോസ്ഫിയർ വഴി ത്രൂ ലീവ്സ് അഥവാ നമ്മുടെ ഗോഡ് സെൽസിലുള്ള സ്റ്റൊമാറ്റോയിൽ എത്തും. സ്റ്റൊമാറ്റോയിൽ നിന്ന് എങ്ങോട്ട് പോകും? ഇൻസൈഡ് ദി
leaves. Okay, so path of CO2 to leaves. Carbon dioxide എങ്ങനെയാണ് ലീവ്സിലെത്തുന്നത്? How CO2 reaches to leaves? Yes, it firstly comes from the atmosphere and it reaches the stomata and at last it entered inside the leaves. Okay, and the next one is path of water to leaves. എങ്ങനെയാണ് വാട്ടർ വരുന്നത് ലീവ്സിലോട്ടെന്ന് നോക്കാം. വാട്ടർ, ഓക്കെ, path of water to leaves. So first നമുക്ക് എവിടെ നിന്നാണ് വാട്ടർ കിട്ടുന്നത്? യെസ്, ഫ്രം സോയിൽ. സോയിൽ നിന്നും വാട്ടർ എങ്ങോട്ട് എത്തും? സോയിൽ ടു റൂട്ട്, ദെൻ റൂട്ട് വഴി വാട്ടറിന് ആരെയാണ്, ഏത് വാസ്കുലർ ടിഷ്യൂസാണ്, ഏത് വാസ്കുലർ സൈലമാണോ ഫ്ലോയമാണോ വാട്ടറിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്? യെസ്, സൈലം. സോ പാത്ത് ഓഫ് വാട്ടർ ടു ലീവ്സ്, വാട്ടറിനെ ലീവ്സിലേക്ക് എത്തിക്കുന്നത് ഫ്രം സോയിൽ ടു റൂട്ട് ടു സൈലം. സോ ദീസ് ആർ ദ റൂട്ട്സ്. ഓക്കെ, ദ പാത്ത് ഓർ റൂട്ട് ഓഫ് എ റൂട്ട് ടു ലീവ്സിലേക്ക് എങ്ങനെയൊക്കെയാണ് CO2വും ലീവ്സൊക്കെ എത്തുന്നത്, വാട്ടറൊക്കെ എങ്ങനെയാണ് എത്തുന്നത് എന്നുള്ളത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദ കെമിസ്ട്രി ഓഫ് ഫോട്ടോസിന്തസിസ്. വാട്ട് യു മീൻ ബൈ ദ കെമിസ്ട്രി ഓഫ് ഫോട്ടോസിന്തസിസ്? നമ്മൾ പറഞ്ഞു ഫോട്ടോസിന്തസിസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് ദ ക്ലോറോപ്ലാസ്റ്റ് ഹാവ് mainly 4 parts: double layered membrane and grana, stroma and also stroma lamellae. So how do plants produce food and oxygen through photosynthesis? എങ്ങനെയാണ് ഫോട്ടോസിന്തസിസ് വഴി പ്ലാന്റ്സ് ഫുഡ് ആൻഡ് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ലെറ്റ്സ് ചെക്ക് ഇറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ, chloroplasts have mainly 2 important parts. One is grana and another one is stroma. So it takes place in 2 steps. The 2 phases, one is light phase and the another one is dark phase. So 2 phases ലായിട്ടാണ് നമ്മുടെ ഫോട്ടോസിന്തസിസ് പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, സോ ഈ പ്രോസസ്സ് എന്താ എന്നുള്ളതും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളതും വി ക്യാൻ സ്റ്റഡി ഡൗൺ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു മൈ സ്റ്റുഡൻസ്.